الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ലുഖ്മാൻ തന്റെ മകനെ ചേർത്ത് പിടിച്ച് അവന് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളാണ് 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 17-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമായി നിങ്ങളോട് ഓർമ്മപ്പെടുന്ന ഒരു കാര്യം, ശരിക്ക് ലുഖ്മാൻ എന്ന പിതാവും നമ്മളെന്ന പിതാവും തമ്മിലെ ആയിരക്കണക്കിന് വ്യത്യാസങ്ങളിൽ ഒന്നും തരും. വളരെയധികം നസീഹത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, എന്റെ മകന്റെ പരലോകം രക്ഷപ്പെടണമെന്ന ബോധത്തോടുകൂടി, ഇത് മറ്റുള്ള ഉസ്താദുമാരെ കൊണ്ടോ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കൊണ്ടോ ഏതെങ്കിലും ഗൈഡൻസ് നൽകുന്ന കൗൺസിലേഴ്സിനെ കൊണ്ടോ ഉള്ള ഉപദേശമല്ല, സ്വന്തം ബാപ്പ സ്വന്തം മോന് നൽകുന്ന ഉപദേശം. ഇതിൽ വലിയൊരു അത്ഭുതം എന്താന്ന് വെച്ചാല്, എനിക്കും നിങ്ങൾക്കൊക്കെ പലപ്പോഴും അങ്ങനെ ഉപദേശിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ലുഖ്മാന്റെ മകൻ ലുഖ്മാന്റെ ഉപദേശത്തെ സ്വീകരിച്ചതുപോലെ നമ്മുടെ മക്കൾ ഒരുപക്ഷെ നമ്മുടെ ഉപദേശത്തെ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. ഇവിടെയാണ് ലുഖ്മാന്റെ വിജയം. ഒരു ബാപ്പ എന്ന നിലയിൽ തന്റെ പൊന്നുമോന് നൽകുന്ന ഉപദേശത്തിന്റെ പ്രസക്തി അവിടെയാണ്. കാരണം എന്താ, അദ്ദേഹം പറയുന്നത് മുഴുവനും അൽഹംദുലില്ലാഹ് അവിടുത്തെ മകൻ സ്വീകരിക്കുന്നു എന്നത്. ഇവിടെയാണ് പലപ്പോഴും നമ്മളും നമ്മുടെ മക്കളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ പലപ്പോഴും ഉണ്ടാകുന്നത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ? യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അഖിമിസ് സ്വലാത്ത, നീ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണം. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. മഅറൂഫ് കൽപ്പിക്കണം, മുൻകർ നിരോധിക്കണം. എന്നിട്ടോ അദ്ദേഹം പറഞ്ഞു വസ്ബിർ അലാ മാ അസാബക, നിനക്ക് ബാധിച്ച വിഷമതകളിൽ, മുസീബത്തുകളിൽ പൊന്നുമോനെ നീ ക്ഷമിക്കുകയും ചെയ്യാം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായിട്ടും ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടത് അത്രേ അതാണ്. ഒരു ബാപ്പ മോന് നൽകുന്ന പ്രധാനപ്പെട്ട 4 കാര്യം. അതിൽ ഒന്നാമത്തെ കാര്യം എന്തറിയോ? യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത, പൊന്നുമോനെ നീ നിസ്കാരത്തെ നിലനിർത്തണമെന്നാണ് ഒരു പിതാവ് തന്റെ മോനോട് വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിസ്കാരം എന്നത് മുറപ്രകാരം നിർവഹിക്കണമെന്ന് മഹാനായ ലുഖ്മാൻ തന്റെ മോനെ ഉപദേശിക്കാൻ. കാരണം എന്താ, അത്ര പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. അതായത് അള്ളാഹുവിനുള്ള ഇബാദത്ത് കൊണ്ടാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടത്. ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, നമ്മുടെ ദൗത്യം അതാണ്, നമ്മുടെ ലക്ഷ്യം അതാണ്. ഈ ലോകത്ത് ജീവിക്കുന്നതിന്റെ ഉദ്ദേശം പോലും അതാണ്, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കലാണ്. ആ ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമാണെന്ത്? അസ്സലാ. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹ് കൽപ്പിച്ചത് എന്തറിയോ? വഅ്മുർ അഹ്ലക ബിസ്സലാ, നബിയെ അവിടുത്തെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. വസ്തബിർ അലൈഹ, അതിൽ അവിടുന്ന് ക്ഷമാപൂർവ്വം ഉറച്ചു നിൽക്കുകയും ചെയ്യുക. എത്രത്തോളം നിങ്ങൾ
മഹാനായ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ദുആകളുടെ കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആ എന്താ? റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതിനാ. അല്ലാഹുവേ റബ്ബേ, എന്റെ മക്കളെ നീ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരാക്കണമേ, ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണമെന്ന് ഒരു പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇത് തന്നെയാണ് മഹാനായ ലുഖ്മാൻ തന്റെ പൊന്നുമോനോട് നിർദ്ദേശിക്കുന്നതും. കാരണം എന്താ? നിസ്കാരം അത്ര പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ മുഅ്മിനീങ്ങളുടെ ഗുണം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ അതിന്റെ 1-ാമത്തെ ആയത്ത് മുതൽ താഴേക്ക് വരുന്നിടത്ത് 9-ാമത്തെ ആയത്തിലെത്തുമ്പോൾ ഒരു വാക്ക് കാണാം. എന്താ വാക്കെന്നറിയോ? അല്ലാഹു പറയാണ്, വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. തങ്ങളുടെ നിസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നവരുമത്രേ ആ മുഅ്മിനുകൾ, അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ശരിക്കും മുഅ്മിനീങ്ങളുടെ പ്രത്യേകത, മുസ്ലിമീങ്ങളുടെ പ്രത്യേകത, അവരുടെ മേൽ കൽപ്പിക്കപ്പെട്ട നിർബന്ധമായ 5 വഖ്ത് നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കുന്നവരാണ്. യുഹാഫിളൂൻ എന്ന് പറഞ്ഞാൽ മഅന യുസല്ലൂനഹാ ലിവഖ്തിഹാ, അതിന്റെ വഖ്തിൽ തന്നെ നിർവഹിക്കുന്നവരാണ്. എങ്ങനെയാണ് അവർ നിർവഹിക്കുക? അവരുടെ വുളൂ, ആ നിസ്കാരത്തിന്റെ വഖ്തുകൾ, നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട റുക്കൂ, നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുജൂദ് എന്നിവ സൂക്ഷിക്കുന്നവരാണ്. മാത്രമല്ല അതിന്റെ ഷർത്തുകൾ, അതിന്റെ റുക്നുകൾ, അതിന്റെ വാജിബുകൾ, അതിന്റെ സുനനുകൾ എല്ലാം പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാണ് അവർ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തിൽ കാണാം അഖീമുസ്സലാ അല്ല യുഖീമൂനസ്സലാ എന്നതൊക്കെ. ഈ ആയത്തിനൊക്കെ വിശദീകരിക്കുന്നിടത്ത് പലയിടത്തും മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ, അതുപോലെ അഹ്ലു സുന്നത്തിന്റെ ഇമാമുകൾ വിശദീകരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടെന്നറിയോ? വീട്ടിൽ നിന്ന് വുളുവെടുത്ത് പള്ളിയിലേക്ക് എത്തി, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന നിർവഹിച്ച്, പള്ളിയിലേക്ക് പ്രവേശിച്ച് തഹിയ്യത്ത് നിസ്കരിച്ച്, നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്ന് നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടി ദിക്ർ ചൊല്ലി ഇരിക്കുന്നത് വരെയും അഖീമുസ്സലാ അഖീമുസ്സലാ. ഇങ്ങോട്ടൊന്ന് പരിശോധിച്ച് നോക്കി നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താന്നുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തു അൽ ബഖറ 238-ാമത്തെ ആയത്തിലും സമാനമായൊരു വാക്ക് പറയുന്നുണ്ട്. എന്താ വാക്കെന്നറിയോ? ഹാഫിദു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോരേണ്ടതാണ്. പ്രത്യേകിച്ചും ഉത്കൃഷ്ടമായ നിസ്കാരം ഏതാണത്? സ്വലാത്തുൽ അസ്ർ. അള്ളാഹുവിന്റെ മുന്നിൽ ഖാനിതീങ്ങളായി, വിനയപ്പെട്ട് ഭയപ്പെട്ട് അനുസരണമുള്ളവരായി, അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയവരായിട്ടായിരിക്കണം. അത് ദീർഘമായി നിന്നുകൊണ്ടാകണം നിങ്ങൾ നിസ്കരിക്കേണ്ടത്. മുത്തീഈന ഖാശിഈൻ എന്നാണ് ഖാനിതീൻ എന്ന് പറഞ്ഞാൽ. അതായത് അതിനെ വിശദീകരിക്കുന്നിടത്തും പണ്ഡിതന്മാർ പറഞ്ഞത് അതിന്റെ വഖ്തും ഖുശൂഉം ഷർത്തും വാജിബും ഒക്കെ പാലിച്ചിട്ട് കൃത്യമായി നിസ്കാരം നിർവഹിക്കുക എന്നതാണ്. ഇത് കേവലൊരു ഫിഖഹിയായ ചർച്ച മാത്രമല്ല, അള്ളാഹുവിന്റെ കിതാബിലെ ചർച്ചയാണ്. ശരി പ്രിയമുള്ളവരെ, നിസ്കാരം എങ്ങനെ നിർവഹിക്കേണ്ടതെന്നറിയാം. ഉമ്മത്ത് മുസ്ലിമ ഇന്ന് വലിയ ഒരു പരീക്ഷണത്തിലാണ്. നിങ്ങൾ വിചാരിക്കുക ഏതെങ്കിലും സാമൂഹികമായ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞല്ല. ഉമ്മത്ത് മുസ്ലിമയെ പരിശോധിച്ചാൽ അവരുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടവരാണ്. വിശിഷ്യ ഇസ്ലാമിലെ പുരുഷന്മാർ എങ്ങനെ നിസ്കരിക്കേണ്ടത്, പ്രായപൂർത്തിക്ക് ഇപ്പുറമുള്ളവർ എങ്ങനെ നിസ്കരിക്കേണ്ടത്, ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഒരു ഹെഡിങ് എന്തറിയോ? പുരുഷന്മാർക്ക് സ്വലാത്തുൽ ജമാഅ നിർബന്ധമാണെന്നാണ്. വുജൂബ് സ്വലാത്ത് ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ് എന്നൊരു ഹെഡിങ്, ഒരു ബാബ് തന്നെ മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാ അവിടുത്തെ സ്വഹീഹിൽ കൊടുക്കുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ വാക്ക നമ്മൾ എടുക്കേണ്ടത്. എന്താ അള്ളാഹ് പറഞ്ഞത്? വഅഖീമുസ്സലാ വആതുസ് സകാ വർകഉ മഅർ റാകിഈൻ. നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിന്റെ മുന്നിൽ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യണം എന്നാണ്. വർകഉ മഅർ റാകിഈൻ എന്ന് പറഞ്ഞാൽ ഇമാം ബഗവി അടക്കം ഇമാം മഹാനായ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽ പലരും, ഇമാം സഅദി അടക്കം പറഞ്ഞ വിശദീകരണം ഐ സ്വല്ലൂ മഅൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരോടൊപ്പം നിസ്കരിക്കണം എന്നാണ്. ഒറ്റക്ക് നിസ്കരിക്കണമെന്നല്ല, നിസ്കരിക്കുന്നവരോടൊപ്പം. അതെവിടെയാണ്? മസ്ജിദുകളിലാണ്.
അല്ലെങ്കിൽ മുസല്ലകളിലാണ്. ഇനി ഇതൊന്നുമില്ലാത്ത പ്രദേശത്ത് അതിനുവേണ്ടി പ്രത്യേകം സംവിധാനിച്ച മുസല്ലകൾ ഉണ്ടാകും, അവിടെയാണ് നിസ്കരിക്കേണ്ടത്. ഇനി ഒന്നുമില്ലേ, ആ നാട്ടിൽ അങ്ങനെ സംവിധാനമല്ലേ, എങ്കിൽ അവനെ പൊരയിൽ ബാപ്പയും ഉമ്മയും അതുപോലെ ആരാണ് വീട്ടിലുള്ളത് അവരെല്ലാവരും ചേർന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കണം. സ്വല്ലൂ മഅൽ മുസല്ലീൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ജമാഅത്തായി തന്നെ നിസ്കരിക്കുക എന്നുള്ളത് പുരുഷന്മാർക്ക് നിർബന്ധമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയുങ്ങള്, ചില ആയത്തുകളൊക്കെ കാണാം, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും പുരുഷന്മാരുടെ നിസ്കാരം, ഏത് സന്ദർഭത്തിൽ, യുദ്ധ സന്ദർഭത്തിൽ പോലും പുരുഷന്മാരുടെ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാനാണ് റബ്ബ് പഠിപ്പിച്ചത്, റബ്ബ് നിർബന്ധാക്കിയത്. അല്ലാഹുവിന്റെ ആയത്തിൽ അത് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ലാത്ത എങ്ങനെ നമ്മളൊക്കെ പറയുന്ന സ്വാതന്ത്ര്യമുണ്ട്, പോലീസ് പെർമിഷനിലാണ്, കാവല് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ പള്ളിക്ക് പോലെ എല്ലാ നിലക്കുള്ള പെർമിഷൻ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ നാടുകളിൽ വലിയ സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യമുണ്ട്, സുരക്ഷിതത്വമുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ ഗീർവാണ പ്രസംഗം നടത്തുന്നുണ്ടല്ലോ. അതേ പ്രിയമുള്ളവരെ, ഈ സ്വാതന്ത്ര്യമുള്ള ഇക്കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി പുരുഷന്മാർ ജമാഅത്തായി നിർവഹിക്കുന്നില്ല? ഇപ്പോഴും ആളുകളോട് പറയണം, നല്ല സ്വാതന്ത്ര്യമുള്ള മണ്ണാണ്, അൽഹംദുലില്ലാ. ആ സ്വാതന്ത്ര്യം എന്തിനാ ഉപയോഗിക്കേണ്ടത്? എന്തിനാ സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടത്? എന്തിനാ ആരോഗ്യം ഉപയോഗിക്കേണ്ടത്? എന്തിനാ ഈ പുരുഷായുസ് ഉപയോഗിക്കേണ്ടത്? എന്തിനാ? അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, അല്ലാഹുൽ മുസ്തആൻ. 50 വഖ്ത് തന്നെയാണ് നമ്മളെ അവസ്ഥയെങ്കിൽ എന്തായിരിക്കും ഇപ്പത്തെ കോലം? 5 കൊണ്ടാണ് ഇപ്പൊ മനുഷ്യന്മാരുടെ അവസ്ഥ. അങ്ങനെ ശരിക്കും 50ന്റെ ഫضലാണ് 5ൽ നിന്നാണ് ഹദീസിൽ തന്നെ കാണുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ അത് ജമാഅത്തായി തന്നെ നിർവഹിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഇതന്നെയാണ് ലുഖ്മാൻ തന്റെ പൊന്നുമോനോട് ഉപദേശിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂർ, അതിന്റെ 37-ാമത്തെ ആയത്തിൽ വിശ്വാസികളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ വാക്കെന്നറിയോ? റിജാലുൻ ലാ തുൽഹീഹിം തിജാറതു വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്തി يخافون يوما تتقلب فيه القلوب والأبصار. ചില ആളുകൾ, ഏതാണ് ആളുകൾ? അവരുടെ പ്രത്യേകത എന്താ? അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്നും, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിൽ നിന്നും, സകാത്ത് നൽകുന്നതിൽ നിന്നും, കച്ചവടമോ വിൽപ്പനയോ, ശരിക്കും ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, കച്ചവടമോ വിൽപ്പനയോ ഒന്നും തന്നെ അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയില്ല. അവരെത്ര വലിയ ബിസിനസ്സുകാരായാലും, അവര് ദുനിയാവിന്റെ എത്ര വലിയ ഷോലുകളിൽ തിരക്കുകളിൽ മുഴുകിയവരായാലും, അവരേത് ജോലി ചെയ്യുന്നവരായാലും, ഹലാലും തൊയ്യിബുമായ എന്ത് പണിയെടുക്കുന്നവരായാലും, അവരെ സംബന്ധിച്ചിടത്തോളം ദിക്റുല്ലാഹ് നഷ്ടപ്പെടൂല. ദിക്റിൽ പ്രധാനപ്പെട്ട നിസ്കാരം അവർ നഷ്ടപ്പെടുത്തൂല. അവർ സക്കാത്ത് കൊടുക്കാതിരിക്കൂല. മാത്രമല്ല, അതിന്റെ കൂടെ ഹൃദയങ്ങളും കണ്ണുകളും ഇളകി പറയുന്ന ഒരു ദിവസം, യൗമുൽ ഖിയാമ, ആ ഖിയാമത്ത് നാളിനെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ കബീറ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ മത്റുൽ വറാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, കാനൂ യബീഊന വയശ്തറൂൻ, അവർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ولكن كان أحدهم إذا سمع النداء وميزانه في يده خفضه وأقبل إلى الصلاة. മത്റുൽ വറാഖ് റഹിമഹുല്ലാഹ് പറയാണ്, മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ ആയത്തിന് വിശദീകരണം നൽകുകയാണ്. അവർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരിൽ ഒരാൾ, ഈ പറയപ്പെട്ടവരിൽ ഒരാൾ, ബാങ്ക് കേൾക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അവന്റെ കയ്യിൽ ത്രാസ് ഉണ്ടെങ്കിൽ, തുലാസ് ഉണ്ടെങ്കിൽ, അവന് കച്ചവടക്കാരനാണെങ്കിൽ അത് താഴെ വെക്കും. എന്നിട്ടോ വഅഖ്ബല ഇലസ്സലാ, എന്നിട്ട് അവൻ നിസ്കരിക്കാൻ പോകുന്നു. നമ്മളെന്താ നോക്കാം, നീണ്ടല്ലോ ഇഖാമത്തിന് 10 മിനിറ്റ്, ഇഖാമത്ത് കൊടുക്കാനായാലോ, സാറില്ല, തൽക്കാലം കസ്റ്റമർ ഉണ്ടല്ലോ, അതൊന്ന് തീരുമാനാകട്ടെ എന്നാണ്. ആധുനിക ലോകത്തെ മുസ്ലിങ്ങളും അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ച മുസ്ലിങ്ങളും തമ്മിലുള്ള ആയിരക്കണക്കിന് വ്യത്യാസങ്ങളിൽ ഒരു വ്യത്യാസം ഒരു നിസ്കാരത്തിൽ തന്നെ കാണാൻ പറ്റും. മഹാനായ താബിഈങ്ങളിൽ പ്രസിദ്ധനായ ഇമാം സുദ്ദി റഹിമഹുല്ലാഹ് അവിടുന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, അനിസ്സലാത്തി ഫീ ജമാഅ
ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ നിന്ന് കച്ചവടമോ വിൽപ്പനയോ അല്ലെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട ഒന്നോ അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയില്ല. എത്ര തിരക്കിലും കല്യാണപ്പൊരയിലാണെങ്കിലും ഏറ്റവും അധികം ഇപ്പൊ നമുക്ക് നിസ്കാരം മുടങ്ങണ കേന്ദ്രം ഏതാ? കല്യാണത്തിന്റെ വീടുകളാണ്. പള്ളി പോണോം വരെ പള്ളി പോകാത്ത സമയം എവിടെയാ? കല്യാണത്തിന്റെ വീടുകളാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കി, ഒരു കല്യാണ വീട് പരിശോധിച്ച് നോക്കി, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. ഉണ്ണാനുള്ള സ്ഥലം ഉണ്ടാകും, വന്നു കയറുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാകും, കുടിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, പുതിയാപ്പിളക്ക് പ്രത്യേക സ്ഥലം ഉണ്ടാവും, സ്ത്രീക്ക് പ്രത്യേക സ്ഥലം ഉണ്ടാവും, സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലം ഉണ്ടാവും. എന്നാൽ പലപ്പോഴും പല കല്യാണ വീടുകളിലും എത്ര വലിയ മണ്ഡപങ്ങളായാലും, അത് നല്ല സൗകര്യത്തിൽ ശീതീകരിച്ച മണ്ഡപങ്ങളാണെങ്കിലും എവിടെയും എല്ലാറ്റിനും മാറ്റിവെച്ച് സെപ്പറേഷൻ ചെയ്തെടുത്ത് ഒരിടത്ത് പോലും മുസല്ല എന്നൊരു ബോർഡ് നിങ്ങൾ കാണില്ല. എവിടെയില്ല. ഒരു കല്യാണപ്പൊരയിലും നിങ്ങൾ കാണൂല. എന്ത്? നിസ്കരിക്കാനൊരിടം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആരും നിസ്കരിക്കുന്നവരെ കല്യാണപ്പൊരയെ കുറിച്ച് പറഞ്ഞത്. നിസ്കരിക്കുന്നവരുടെ കല്യാണപ്പൊര പോലും ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചേക്ക്. അപ്പൊ ബാക്കിയുള്ളൊരു അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഒരിക്കലും മനുഷ്യരുടെ നിസ്കാരം നഷ്ടപ്പെടരുതെന്ന് മാത്രമല്ല, ജമാഅത്തായി നിസ്കാരം നഷ്ടപ്പെടരുത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞത് മസ്ജിദിൽ ജമാഅത്തിൽ പങ്കെടുക്കണം എന്ന് നബി പഠിപ്പിച്ചു. മസ്ജിദിൽ ജമാഅത്തിൽ പങ്കെടുക്കണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സമിഅ النداء فلم يأته فلا صلاة له إلا من عذر. ബാങ്ക് കേട്ടിട്ടും പള്ളിയിൽ നിന്നുള്ള വിളി കേട്ടിട്ടും പരിഗണനീയമായ അഥവാ ഉദ്ർ, കാരണം കൂടാതെ പള്ളിയിൽ വരാതെ നിസ്കരിക്കുന്നവന് നിസ്കാരമില്ല. ബാങ്ക് കൊടുത്തിട്ട് ആ ബാങ്ക് കേട്ടിട്ടും പള്ളിയിൽ പോകാത്തവന് നിസ്കാരമില്ല. അതിന്റെ വിശദാംശങ്ങൾ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഞാനും ഈ ഹദീസ് ആദ്യം വായിച്ചപ്പോ ബേജാറായിപ്പോയി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നാണ്. ഇതിന്റെ ഷറഹിൽ ഇമാമിങ്ങൾ വിശദീകരിക്കാണ്, നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞാൽ അവന്റെ നിസ്കാരം അപൂർണമാണ് എന്നാണ് അർത്ഥം. അത് പൂർണ്ണതല്ലാത്തതാണ്. എന്തുകൊണ്ടെന്നറിയോ? ജമാഅത്ത് ഒഴിവാക്കൽ അഹ്ലുസുന്നത്തിന്റെ അരികിൽ പാപമാണ്, കുറ്റമാണ്. മനഃപൂർവ്വം ജമാഅത്ത് ഉപേക്ഷിക്കൽ കുറ്റമാണ്. അപ്പൊ എന്താണ് ഉദ്ർ? എന്താണ് പരിഗണിക്കപ്പെടുന്ന കാര്യം? രോഗത്താൽ, ഭയത്താൽ, മറവിയാൽ. നിങ്ങൾ പരിശോധിച്ച് നോക്കി, നമ്മൾ പലപ്പോഴും വികാരഭരിതരാകും, ശരീരത്തിൽ രോമങ്ങൾ എഴുന്നേറ്റിക്കും. മദീനയിലെ ഒരു സ്വഹാബിയുടെ ചരിത്രം പഠിക്കുന്നിടത്ത് അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം നബിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വഴികാട്ടിയില്ല, കാരണം ഞാൻ കണ്ണ് കാണാത്തവനാണ്. അതിനാൽ അങ്ങെനിക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ ഇളവ് നൽകുമോ? കണ്ണ് കാണാത്ത ആളെ ചോദിക്കണത്, നമ്മളെ പോലത്തെ കണ്ണ് കാണുന്നവരല്ല. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു പോകാൻ ഒരുങ്ങുന്നിടത്ത് മുഹമ്മദ് നബി ചോദിക്കുന്ന ഒരു ചോദ്യം. എന്താ ചോദിക്കണമെന്നറിയോ? സഹാബിയോട് ചോദിക്കാണ്, നിങ്ങൾ ബാങ്ക് കേൾക്കോ വീട്ടിലേക്ക്? പള്ളിയിൽ നിന്ന് കൊടുക്കണ ബാങ്ക് നിങ്ങൾക്ക് പൊരയൊക്കെ കേൾക്കാണ്ടോന്ന്? അദ്ദേഹം പറഞ്ഞു, അതെ. ഖാല റഹ്മത്തുൽ ലിൽ ആലമീനായ സ്വഹാബത്തിനെ പരിഗണിച്ച, അവരോട് റഹ്മത്ത് കാണിച്ച, ലീൻ കാണിച്ച, അഫ്വ് കാണിച്ച ലോകരുടെ നേതാവ് പറയുന്ന വാക്കെന്തറിയോ? ഫഅജിബ്, നീ ആ ബാങ്കിന് ഉത്തരം കൊടുക്കണം, പള്ളിക്ക് വരണം എന്നാണ്. പള്ളിക്ക് വരണം എന്നാണ്. ഇമാം നസായി 850 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. ഈ വിഷയത്തിൽ വന്ന വ്യത്യസ്ത ഹദീസുകൾ ജംഅ ചെയ്ത്, ക്ലബ് ചെയ്ത്, ക്രോഡീകരിക്കുന്നിടത്ത് കിട്ടുന്ന ഒരു ഉത്തരമുണ്ട്. ഒന്നെന്നറിയോ? ഈ ചോദിക്കുന്ന ആള് സ്വഹാബിയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം. ഈ ചോദിക്കുന്ന ആള് കണ്ണ് കാണാത്ത ആളാണ്. ഈ ചോദിക്കുന്ന ആള് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വഴികാട്ടിയില്ലാത്ത ആളാണ്. ഈ ചോദിക്കുന്ന ആള് വീട് മസ്ജിദിൽ നിന്ന് അല്പം ദൂരെയാണ്. ഈ ചോദിക്കുന്ന ആളുടെ പള്ളിയിലേക്കുള്ള വഴി ദുർഘടം പിടിച്ചതാണ്. കാരണം മദീനയിൽ അന്ന് അദ്ദേഹം അത് ചോദിക്കുന്ന കാലത്ത് ശറഹുകളിൽ കാണാം, വിശദീകരണങ്ങളിൽ കാണാം, ധാരാളം ഇഴജന്തുക്കളും വന്യമൃഗങ്ങളുമുണ്ട്. അവ ആക്രമിക്കപ്പെടുമെന്ന് അവിടുന്ന് ഭയപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കണം, ഞാൻ വരേണ്ടതുണ്ടോ? അദ്ദേഹത്തോട് നബി പറയാ, കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനോട് നബി പറയാ, വരണം. അപ്പൊ കണ്ണ് കാണുന്നവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
നമ്മളെന്താ ചെയ്യേണ്ടത്? നിങ്ങളിന്ന് ഈ ഖുത്ബ കേൾക്കുന്നിടത്ത് തീരുമാനാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നബി ചോദിക്കണ ചോദ്യം എന്താ? ഒന്നും കൂടി പറയട്ടെ. ബാങ്ക് കേൾക്കുന്നുണ്ടോന്ന്? ഉണ്ട് എന്ന ഉത്തരം. അപ്പോഴാ അള്ളാന്റെ റസൂല് പറഞ്ഞാൽ വരണം. അതേ ബഹുമാന്യരെ, നമ്മൾ അള്ളാന്റെ പള്ളിയിൽ പോയി തന്നെ നിസ്കരിക്കണം. ആണുങ്ങൾ പ്രത്യേകിച്ച്. സ്ത്രീകൾക്ക് ഉജൂബല്ല, പക്ഷെ ജമാഅത്ത് അഫ്ളലാണ്, അവർക്ക് ശ്രേഷ്ഠമാണ്, അവർക്ക് ഇളവുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അത് വാജിബാണെന്നാണ് അഹ്ലുസുന്നത്തിന്റെ ജുംഹൂർ അഭിപ്രായം. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ ഫൽയുഹാഫിദ് അലാ ഹൗലാഇ സ്വലവാതി ഹൈഥു യുനാദാ ബിഹിന്ന. നാളെ പരലോകത്ത് വെച്ച് തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവൻ ബാങ്ക് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെ നിർബന്ധമായി, അദ്ദേഹം പറയാണ്, നിസ്കാരങ്ങൾ സംഘടിതമായി നിർവഹിക്കട്ടെ. ബാങ്ക് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കട്ടെ. എന്നിട്ടോ ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുനനൽ ഹുദാ വഇന്നഹുന്ന മൻ സുനനൽ ഹുദാ. നിങ്ങളുടെ നബിക്ക്, മുഹമ്മദ് നബിക്ക് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നത് മുഴുവനും സൽസരണികളാണ്, ശരിയായ പാതയാണ്. അവയും അഥവാ ജമാഅത്ത് നിസ്കാരവും അതിൽപ്പെട്ടത് തന്നെയാണ്. വലൗ അന്നകും സ്വല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതി ലതറക്തും സുന്നത നബിയിക്കും. ജമാഅത്തിന് വരാതെ, പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ, ജമാഅത്തിന് വരാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നബിയുടെ ചര്യയെ ഉപേക്ഷിച്ചവരാകുന്ന, മുഹമ്മദ് നബിയുടെ മാർഗത്തെ വെടിഞ്ഞവരാകും. തുടർന്ന് അദ്ദേഹം പറയാണ്, വലൗ തറക്തും സുന്നത നബിയിക്കും ലളൽതും. നബിയുടെ ചര്യ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ വഴിതെറ്റിപ്പോകുന്ന, പിഴച്ചുപോകും. ആര് പറയാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. എത്ര ഗൗരവത്തിൽ പ്രിയമുള്ളവർ നമ്മളിത് കാണണം. അതുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മഹാനായ ലുഖ്മാൻ തന്റെ പൊന്നുമോന് നൽകുന്ന ഉപദേശത്തിന്റെ അർത്ഥവ്യാപ്തി അത് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ജമാഅത്തായി തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ധാരാളം ആധാറുകൾ ഇസ്ലാം ദീനിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, മഹാനായ ഇമാം സഅദി റഹ്മഹുല്ലാഹ് ജമാഅത്ത് നിസ്കരിക്കുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം അദ്ദേഹം പറയാണ്, വമിൻ ലുത്ഫിഹി അംറൽ മുഅ്മിനീൻ ബിൽ ഇബാദത്തിൽ ഇജ്തിമാഇയ്യ. അള്ളാഹുവിന്റെ കനിവ്, ലുത്ഫ്, കാരുണ്യം, റബ്ബ് മനുഷ്യരോട് കാണിച്ച കനിവിൽപ്പെട്ടതാണ് എന്ത്? സാമൂഹികമായ ആരാധനകൾക്ക് വിശ്വാസികളോട് അള്ളാഹ് കൽപ്പിച്ചു എന്നത്. സാമൂഹികമായി നിർവഹിക്കേണ്ട ആരാധന നിസ്കാരം. التي بها تقوى عزائمهم وتنبعث هممهم ويحصل منهم التنافس على الخير والرغبة فيه واقتداء بعضهم ببعض. എന്താണ് ഈ സാമൂഹികമായ ഇബാദത്ത് കൊണ്ടുള്ള മെച്ചെന്നറിയോ? അത് അവരുടെ മനഃശക്തിയെ ബലപ്പെടുത്തുന്നു. ബേജാറാകേണ്ടി വരൂല. മനഃശക്തിയെ ബലപ്പെടുത്തുന്നു, മനോദൃഢതയെ ഉത്തേജിപ്പിക്കുന്നു, നന്മകൾ ആഗ്രഹിക്കാനും അതിനായി മത്സരിക്കാനും പരസ്പരം മാതൃകകൾ കൈമാറാനും പിൻപറ്റാനും സഹായകമാകുന്നു. അല്ലാമ സഅദി റഹ്മഹുല്ലാഹ് സൂറത്ത് ശൂറയിലെ 19-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയാണ്, നോക്കി നിങ്ങൾ, ജമാഅത്ത് നിസ്കാരം കൊണ്ട് കിട്ടുന്ന മെച്ചങ്ങൾ പണ്ഡിതന്മാർ നിരവധി വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, ആധാറുകളുടെ അടിസ്ഥാനത്തിൽ, പൂർവികരുടെ ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ. അല്ലാഹു അക്ബർ കബീറ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉമ്മത്ത് മുസ്ലിമ അഭിമുഖീകരിക്കുന്നു എന്ന് തോന്നുന്ന, പ്രശ്നങ്ങൾ എന്ന് തോന്നുന്ന ഏത് വിഷയത്തിന്റെ മുന്നിലും മനോധൈര്യത്തോടെ പിടിച്ചു നിൽക്കാൻ സഹായകമാകുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. അത് ജമാഅത്തായി നിർവഹിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിസ്കാരം നമ്മൾ ജമാഅത്തായി തന്നെ നിർവഹിക്കണം. എന്നാൽ ആ ജമാഅത്തിൽ പിന്തുന്ന, ജമാഅത്ത് മനഃപൂർവ്വം മാറ്റിവെക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി അതൊരു കുറ്റമാണ്, ഒരു തിന്മയാണ് എന്ന ബോധത്തോടുകൂടി ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും വേണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിസ്കരിക്കുമ്പോൾ അത് ജമാഅത്തായി തന്നെ നിർവഹിക്കുന്ന സാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله، اوصيكم واياي بتقوى الله.
പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നിസ്കാരം വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ടാണ് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതും ജമാഅത്തായി തന്നെ പുരുഷന്മാർ നിർവഹിക്കുക എന്നുള്ളത്. എന്നാൽ ഇത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ് നിസ്കാരം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നത് അപ്പോൾ എത്ര ഗൗരവമുള്ള കാര്യമാണ്. നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചില്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ആ നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്ന മുസ്ലിമുകളുടെ കാര്യം എത്ര കഷ്ടത്തിലാണ്. മുസ്ലിം നാമധാരികളുടെ കാര്യം പല കാരണങ്ങൾ പറഞ്ഞിട്ട് നാട്ടില് നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം എന്ന് വർദ്ധിക്കണം. സ്കൂളിന്റെ പേരിൽ, പരീക്ഷയുടെ പേരിൽ, യാത്രയുടെ പേരിൽ, പല സൽക്കാരങ്ങളുടെ പേരിലൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടത്, ഇസ്ലാമിന്റെ വീക്ഷണം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 5 നേരത്തെ നിസ്കാരം, ആ നിസ്കാരം ആരെങ്കിലും നിഷേധിച്ചാൽ അങ്ങനെ സംഗതിയൊന്നുമില്ല, അതങ്ങനെ ആവേണ്ടതില്ല എന്ന രീതിയിൽ ഒരാൾ പറഞ്ഞാൽ ഉമ്മത്ത് മുസ്ലിമയുടെ ഇജ്മാ എന്തെന്നറിയോ, അവൻ ദീനിന്നും പുറത്താ, മുർത്തദ്ദാണെന്ന്. അപ്പൊ നമ്മൾ ആലോചിക്കുക, അങ്ങനെ ഇപ്പൊ നമ്മളാരും പറയണില്ലല്ലോ, ശരിയാണ്. എന്നാൽ നിസ്കാരം നിർബന്ധമാണെന്നറിയാം, അത് പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കണമെന്നും അറിയാം. എന്നിട്ടും അലസതയോ മറ്റോ കാരണത്താൽ ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കുന്നുവെങ്കിൽ അയാളുടെ വിധി എന്തെന്നറിയോ, അയാളുടെ ഹുക്കം എന്തെന്നറിയോ, അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിക്കുന്നത് അയാൾ കാഫിറാണ് എന്നാണ്. അയാൾ കാഫിറാണെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ജാബിർ റളിയല്ലാഹു തന്നെ പറയാം. അവിടുന്ന് പറഞ്ഞു ഞാൻ കേട്ടു, എന്തറിയോ, ഇന്ന ബൈനർ റജുലി വബൈന ശിർക്കി വൽ കുഫർ തർക സ്വലാഹ്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ് 82-ാമത്തെ നമ്പർ എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യനും ശിർക്കിനും കുഫറിനും ഇടയുള്ള വ്യത്യാസം എന്താ പറയുക, നിസ്കാരം ഉപേക്ഷിക്കലാണ്. അപ്പൊ നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരാളെ കുഫറിലേക്ക് നയിക്കുന്ന കാര്യമാണ്. ഇമാം തിർമിദി അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നത് കാണാം, അൽ അഹ്ദുല്ലദി ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. നമുക്കും അവർക്കും, അഥവാ നമ്മളും അവിശ്വാസികൾക്കും ഇടയിലുള്ള വ്യത്യാസം, അതിർവരമ്പ് നിസ്കാരമാണ്. അതിനാൽ ആരെങ്കിലും നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അവൻ കുഫർ ചെയ്തു. അസഹു ഖൗലൈ അൽ ഉലമ, അഭിപ്രായം, ഉലമാക്കളെ അഭിപ്രായത്തിൽ ഏറ്റവും അസഹായ അഭിപ്രായം, അഹ്ലുസുന്നയുടെ ജുംഹൂറും പറഞ്ഞ അഭിപ്രായം, നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണെന്ന്. 2 ഇമാമികൾക്കിടയിൽ ചർച്ചനുണ്ടായി, അവർ തൗബ ചെയ്ത് മടങ്ങണോ അതോ ഷഹാദത്തുൽ ചൊല്ലി മടങ്ങണോ, അത്രയും വലിയ വിഷയമാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്രത്തോളം വെച്ചാൽ ഒരു മനുഷ്യൻ നരകത്തിലേക്ക് നയിക്കപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട കാരണം തരും നിസ്കാരം ഉപേക്ഷിക്കലാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. സ്വർഗ്ഗക്കാർ ചോദിക്കുകയാണ് നരകക്കാരോട്, ഈ സഖറിൽ അഥവാ നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാൻ കാരണമായത് എന്താണ്? ആ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടാൻ കാരണമായ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറയാണ്, ഖാലൂ, അവർ പറഞ്ഞു, നരകക്കാർ പറഞ്ഞു, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. 74-ാം അധ്യായം സൂറത്ത് മുദ്ദസ്സിർ, അതിന്റെ 42-43 ആയത്തുകൾ. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം. എത്രത്തോളം വെച്ചാല് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് അബൂ ദർദാ റളിയല്ലാഹു തആല പറയാണ്, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖലീൽ കൂട്ടുകാരൻ മുഹമ്മദ് നബി എന്നോട് ഉപദേശിച്ചു. എന്തറിയോ ആ ഉപദേശത്തിൽ ഒന്നെന്ന് വെച്ചാൽ, വലാ തത്രുക് സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദൻ ഫമൻ തറകഹാ മുതഅമ്മിദൻ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മ. നിർബന്ധ നിസ്കാരം മനഃപൂർവ്വം ഒരിക്കലും നീ ഉപേക്ഷിക്കരുത്. ആര് മനഃപൂർവ്വം നിർബന്ധ നിസ്കാരം ഉപേക്ഷിച്ചുവോ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കൂല. ഇബ്നു മാജ 4034-ാമത്തെ നമ്പർ ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയ, വസായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ നബിയുടെ വസിയത്തിൽ, അവസാനത്തെ വസിയത്തിൽ പ്രധാനപ്പെട്ടത് അസ്സലാ. മരിക്കുന്ന നേരത്ത് പോലും മുഹമ്മദ് നബി ഉമ്മത്തിനോട് വിശദീകരിച്ചത് അസ്സലാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ കൃത്യമായി, കണിശമായി, നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നമ്മളെല്ലാവരും നിസ്കാരം നിർവഹിക്കണം. അത് ജമാഅത്തായി തന്നെ നിർവഹിക്കണം. മാത്രമല്ല, ഫർള് നിസ്കാരങ്ങളുടെ സമയം ശ്രദ്ധിക്കാതെ തോന്നിയതുപോലെ സൗകര്യം കിട്ടുന്ന നേരത്തെ നിസ്കരിക്കുന്ന ഒരു ഹൗലായി കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. നമസ്കാരം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിർവഹിക്കേണ്ടൊന്നല്ല, അതിന് സമയമുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, 4-ാം അധ്യായം സൂറത്തുൻ നിസാ 103-ാമത്തെ ആയത്ത്. അത് മുഅ്മിനീങ്ങൾക്ക് തീർച്ചയായിട്ടും നിസ്കാരം, മുഅ്മിനീങ്ങൾക്ക് സമയം നിർണയിക്കപ്പെട്ട നിസ്കാരം. നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ ബോർഡിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം 5 വക്ത് നിസ്കാരത്തിന്റെ സമയവും ജമാഅത്തിന്റെ സമയവും.
നമ്മൾ ഏത് നാട്ടുകാരാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പള്ളിയിൽ ഇങ്ങനെ സമയം ഉണ്ടാവും. ആ സമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കണം. ഇനി യാത്രക്കാരനാണെങ്കിൽ നമുക്ക് ജംഉണ്ട്, ദൂരയാത്രക്കാരനാണെങ്കിൽ നമുക്ക് ഖസ്റുണ്ട്. ജമ്മും ഖസ്റും യാത്രക്കാരല്ലാത്തവർക്കും ജമ്മുണ്ട്, എന്നാൽ ഖസ്ർ യാത്രക്കാർക്കുള്ളതാണ്. അങ്ങനെ ഒരു നിലക്കും നിസ്കാരം നഷ്ടപ്പെടാനുള്ള ഒരവസ്ഥയും അള്ളാന്റെ ദീനിൽ ഒരു മുസ്ലിമിനില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. നബിയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി ഏതാണ്, പ്രവൃത്തി ഏതാണ്? അപ്പൊ നബി പറഞ്ഞു എന്തറിയോ, അസ്സലാത്തു അലാ വഖ്തിഹാ, അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. അപ്പൊ കച്ചവടം, കൃഷി, ജോലി, കൂലി, യാത്രകൾ എന്നൊക്കെ പേരില് പലപ്പോഴും അല്ലെങ്കിൽ ഉദ്റില്ലാത്ത ഒരുപാട് അവസ്ഥകൾ മുന്നിൽ വെച്ചിട്ട് നിസ്കാരത്തെ മനഃപൂർവ്വം മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അത് വലിയ നഷ്ടമാണ്. എത്രത്തോളം കാര്യങ്ങള് പ്രിയമുള്ള ഇതിന് വന്ന റിപ്പോർട്ടുകളൊക്കെ വായിച്ച് നമ്മൾ ബേജാറായിപ്പോയി. അതിലൊരു റിപ്പോർട്ട് എന്താ പറയുക, റസൂലുള്ളാഹി പറയാണ്, അല്ലദീ തഫൂതുഹു സ്വലാത്തുൽ അസ്ർ കഅന്നമാ ഉത്തിറ അഹ്ലഹു വമാലുഹു. അസ്ർ നിസ്കാരം, ഇനിയിപ്പോ നമുക്ക് വരാൻ പോണ നിസ്കാരം ഇത് അസ്റാണ്. ഈ ജുമഅ കഴിഞ്ഞാൽ വരാൻ പോണ അസ്റാണ്. ഈ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവൻ തന്റെ കുടുംബവും സമ്പത്തും നഷ്ടപ്പെടുത്തുന്നവനെ പോലെയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിച്ചേ, ആളുകൾ ഇപ്പോഴും പല വിഷയത്തിലും ദുനിയാവിന്റെ പിന്നാലെയാണ്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കുക. ഒരു പ്രവാചകർ എന്റെ മക്കളെയും ഞങ്ങളെയും നിസ്കരിക്കുന്നവരാക്കണേന്ന് പ്രാർത്ഥിച്ചു. മറ്റൊരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പിച്ചത് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്നാണ്. എന്നിട്ട് അതിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കണമെന്നാണ്. മഹാനായ ലുഖ്മാൻ തന്റെ പൊന്നുമോനെ ചേർത്തി നിർത്തിയിട്ട് പറഞ്ഞത്, മോനെ നീ നിസ്കാരത്തെ നിർബന്ധപൂർവ്വം കൊണ്ടു നടക്കണമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം അതാണ്, നമ്മുടെ ചര്യ അതാണ്, നമ്മുടെ താവഴി അതാണ്. സ്വർഗത്തിന്റെ ഒരേ മാർഗം അതാണ്, നരകമോചനത്തിന്റെ ഒരേ മാർഗവും അത് മാത്രമാണ്. അല്ലാഹു തആല സഹായിക്കുമാറാട്ടെ. ഒരു കാര്യം വിട്ടുപോയത് മാത്രം നേരല്ല, എന്നാലും ഓർമ്മിക്കാണ്. ഇനി ആരെങ്കിലും മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചാലോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചാൽ ബേജാറായിരിക്കും. അതിലൊന്ന് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമി റഹ്മത്തുള്ളാഹി എഴുതിയതാണ്. ഒന്നറിയോ, ഒന്നിന് നിസ്കാരം ഉപേക്ഷിക്കുന്നവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല, പെണ്ണെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരം സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പുരുഷനോ സ്ത്രീയോ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ത്വലാഖാക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ത്വലാഖ് പഠിക്കണം നിർബന്ധമായിട്ട്. അത്ര ഗൗരവമുണ്ട്. 2, മുസ്ലിമീങ്ങളുടെ പൊതു ഖബർസ്ഥാനിൽ നിസ്കരിക്കാത്തവനെ അടക്കം ചെയ്യാൻ പാടില്ല. കാരണം എന്താ, മുക്കാഫിറായതുകൊണ്ടാണ്. 3-മത്തെ ഹുക്മന്തരങ്ങൾ, ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് 3 മദ്ഹബിന്റെ ഹുക്മന്തരങ്ങൾ നിസ്കരിക്കാത്തവനെ ജയിലിൽ കൊണ്ടുവരണം. ഒരു മദ്ഹബ് ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബ്. എന്നാൽ ബാക്കി 3 മദ്ഹബിൽ എന്താണെന്നറിയോ, എന്നിട്ടും തൗബ ചെയ്യണില്ലെങ്കിൽ അവന്റെ തല വെട്ടിക്കളയണം. എവിടെ? ഇസ്ലാമിക ഗവൺമെന്റ്, ദീനീ ഗവൺമെന്റിൽ. അതാണ് സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ നിരന്തരം നിസ്കരിക്കാത്തവനെ പിടിച്ചുകൊണ്ടുപോകണമെന്നൊക്കെ നമ്മൾ കാണുന്നത് മുമ്പൊക്കെ. പ്രിയമുള്ള അത്ര ഗൗരവമാണെന്നാണ്. ഇമാം മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഒരുപാട് ഉദ്ധരണികൾ തെളിവുകളോടെ കൊടുക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യനും അവൻ തിരുത്താൻ പാകത്തിന്. പിന്നെയോ മരിച്ചുപോയ പരലോകത്തോ ഓന്റെ കൂട്ടുകാരാരാന്ന് നിസ്കരിക്കാത്തവന്റെ അത്ര വൃത്തികെട്ടവന്റെ കൂടെ ആയിരിക്കും ആര്? നിസ്കരിക്കാത്ത ആളുകൾ നാളെ പരലോകത്ത് നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജാഗ്രത, അവനവന്റെ കാര്യത്തിൽ ജാഗ്രത, അവനവന്റെ മക്കളുടെ കാര്യത്തിൽ ജാഗ്രത, കുടുംബത്തിന്റെ കാര്യത്തിൽ ജാഗ്രത. അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട അവനുള്ള ഇബാദത്തുകളിൽ പ്രധാനമായ നിസ്കാരം പോലുള്ള കർമ്മങ്ങളെല്ലാം വളരെ ചിട്ടയോടുകൂടി തന്നെ നിർവഹിക്കുന്ന സാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു തആല പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. ഈ നിമിഷം വരെ വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല മാപ്പാക്കുമാറാവട്ടെ. എല്ലാ നന്മയും അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ, കരുണ ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹ്ക്കനുസരണമുള്ള, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന ഇണകളും മക്കളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.